മത്തായി 27 അധ്യായം 46 വാക്യത്തിലും മർക്കോസ് 15 അധ്യായം 34 വാക്യത്തിലുമാണ് നാലാമത്തെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 9 മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. ഇത് തള്ളപ്പെടലിൻ്റെ, ഉപേക്ഷിക്കപ്പെടലിൻ്റെ ഒരു നിലവിളിയാണ്. യേശു ഒരു പൂർണ്ണ മനുഷ്യനും കൂടിയായിരുന്നുവെന്ന് ഈ വാക്കുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ ആത്മീയ അർത്ഥങ്ങളും ഈ മൊഴിയിൽ അന്തർലീനമായിരിക്കുന്നു. യേശുവിൻ്റെ നിലവിളി തള്ളപ്പെട്ട, ഉപേക്ഷിക്കപ്പെട്ട അനേകരുടെ നിലവിളിയെ പ്രതിനിധാനം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലും നാം അവഗണിക്കപ്പെടുകയും തള്ളപ്പെടുകയും ചെയ്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ചില സമയങ്ങളിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകാതെ നിശബ്ദനായിരിക്കുന്നുവോ എന്ന് പോലും നാം സംശയിച്ച് പോകാറുണ്ട്. യേശുവിൻ്റെ നാലാമത്തെ മൊഴി നമ്മെ ഓർപ്പിക്കുന്നത് ഇത്തരം ഒറ്റപ്പെടലിൻ്റെ അവസ്ഥകൾ ക്രിസ്തുവിന് മനസ്സിലാക്കാൻ കഴിയും എന്നതാണ്. നാലാമത്തെ മൊഴിയിൽ യേശു ഉച്ചരിക്കുന്ന വാക്കുകൾ 22 സങ്കീർത്തനത്തിൽ നിന്ന് എടുത്തുള്ളതാണ്. നിരാശയുടെ വാക്കുകളിൽ ആരംഭിക്കുന്ന ഈ സങ്കീർത്തനം നമ്മെ പ്രത്യാശയിലേക്കും ദൈവത്തിലുള്ള ആശ്രയത്തിലേക്കും വിടുതലിലേക്കും നയിക്കുന്നു. തീവ്രമായ വേദനയുടെ മധ്യത്തിൽ പോലും യേശു പ്രാർത്ഥിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് വിശ്വാസം നമ്മുടെ കഷ്ടതകളെ ദൈവസന്നിധിയിൽ തുറന്നു വയ്ക്കുവാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തമാക്കുന്നു എന്നുള്ളതാണ്. തൻ്റെ പിതാവ് പോലും തന്നെ ഉപേക്ഷിച്ചോ എന്ന യേശുവിൻ്റെ സംശയം ഈ വാക്കുകൾ കാണാം. മനുഷ്യരാശിയുടെ പാപങ്ങൾ മുഴുവനായി ഏറ്റെടുത്തുകൊണ്ടാണ് യേശു കാൽവരി ക്രൂശിൽ കയറിയത്. ഒരുപക്ഷെ അതിൻ്റെ ആധിക്യമായിരിക്കാം ഇത്തരമൊരു തോന്നലുണ്ടാകുവാൻ യേശുവിനെ പ്രേരിപ്പിച്ചത്. പിതാവുമായി ആത്മബന്ധമുണ്ടായിരുന്ന യേശു നമ്മുടെ പാപം മൂലം പിതാവിൽ നിന്ന് ഒറ്റപ്പെടുന്നതായി അനുഭവപ്പെടുന്നു. ഈ അകൽച്ചയുടെ ആഴം നമുക്ക് ഗ്രഹിക്കുവാൻ പ്രയാസമാണ്. പക്ഷെ പാപികളായ മനുഷ്യന് വീണ്ടെടുപ്പ് ലഭ്യമാകുവാൻ അത് അനിവാര്യമായിരുന്നു. യേശു പിതാവിനാൽ ഉപേക്ഷിക്കപ്പെട്ടത് നമുക്ക് ദൈവത്തെങ്കിലേക്കുള്ള പ്രവേശനത്തിൻ്റെ പാത തുറന്ന് നൽകാനായിരുന്നു. ജീവിതത്തിൽ ഏകാന്തതയും ഒറ്റപ്പെടലും നിരാശയും അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ആശ്വാസം പകരുന്നതാണ് ഈ മൊഴി. യേശു പിതാവിനാൽ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് തോന്നിയെങ്കിലും അത് വെറും തോന്നൽ മാത്രമായിരുന്നു. ദൈവം ആരെയും കൈവിടുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നില്ല. ദൈവം മറുപടി നൽകുന്നില്ല എന്ന് തോന്നിപ്പിക്കുന്ന നിമിഷങ്ങളിൽ പോലും ദൈവം നിശബ്ദമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. യേശു പിതാവിൻ്റെ പക്കലേക്ക് എടുക്കപ്പെടുകയും തൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദൈവം മറിഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ പോലും നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ബോധ്യത്തിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയണം. യേശുവിൻ്റെ കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ടുള്ള നാലാമത്തെ മൊഴി നിരാശയുടെ ആഴത്തിൽ നിന്നുള്ളതാണെങ്കിലും അത് പ്രത്യാശയിലേക്കുള്ള പാത തെളിയിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ നിരാശയുടെയും അന്ധകാരത്തിൻ്റെയും അവസ്ഥകളിൽ നമ്മുടെ വിശ്വാസം പോലും സംശയിക്കപ്പെടുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ ദൈവം നമ്മെ കൈവിട്ടു എന്ന് നാം ചിന്തിച്ചേക്കാം. നമ്മുടെ ചിന്തകളെ, തോന്നലുകളെ, മനസ്സിൻ്റെ വേദനകളെ, കഷ്ടതയുടെ അവസ്ഥകളെ ദൈവം മുമ്പാകെ കൊണ്ടുവരാം. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു എന്ന് തോന്നുന്ന സമയങ്ങളിൽ പോലും ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവം നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മെ ഒരു നാളും കൈവിടുകയും ഉപേക്ഷിക്കുകയുമില്ല. ഈ ബോധ്യത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിലെ ഏകാന്തതകളെ, ഒറ്റപ്പെടലിൻ്റെ അവസ്ഥകളെ, നിരാശയെ അതിജീവിക്കാൻ നമുക്ക് ഇടയാകണം. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.